കണ്ടറിഞ്ഞ് മുതല് മേടിച്ചു തരും പല പ്രാവശ്യം ഞാൻ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പവർ പാക്ക് ആയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ജാനുവരിയിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പപ്പയുടെ ബർത്ത്ഡേ വ്ളോഗ് നമ്മൾ ഇടാന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. സോ ഇന്നത്തെ വ്ളോഗ് അതാണ്. നമ്മളൊരു കുഞ്ഞൊരു കേക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും അന്നത്തെ പോലെ തന്നെ അന്ന് ½ kg ആയിരുന്നു നമ്മൾ കേക്ക് മേടിച്ചിരുന്നത്. ഹാഫോ 1 എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ കുഞ്ഞു കേക്കാണ് മേടിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് അത്ര കേക്ക് പ്രേമികളല്ല അല്ലേ, നമുക്കിത് മതി. അപ്പൊ നമ്മള് കേക്ക് മുറിച്ച് നമുക്ക് തുടങ്ങാം. പപ്പയാണ് മുറിക്കണം, ഞാനില്ല കേട്ടോ. ഒരു ഞങ്ങളുടെ പപ്പയ്ക്ക് പ്രായമായിന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോഴും എൻ്റെ പണ്ടത്തെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഓർമ്മ വെച്ചപ്പോൾ തോന്നണ പപ്പേനെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നണത്. അത് തന്നെ ഒരു കുഞ്ഞു കേക്കാണ് ഞങ്ങൾ മേടിച്ചത്. എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ പപ്പാന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മിറർ ഇമേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടാവില്ല. 3 പീസ് കറക്റ്റ് മുറിച്ചാൽ മതി. ഇവിടുന്ന് ഇച്ചിരി മുറിച്ചാൽ മതി. പഠിക്കമേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പാപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ദൈവം അത്രയും വലിയ പീസൊന്നും എടുക്കണ്ട, പിന്നെ പണിയാവും. അപ്പോൾ ആദ്യമേ ഞങ്ങൾ പപ്പയ്ക്ക് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ചേച്ചി ഇവിടെ ഇല്ല, അപ്പൊ ചേച്ചിയുടെ അതും കൂടെ കൂട്ടി കൊടുക്കാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പപ്പ, ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഞാനേ ശരിക്കും എന്താ സംഭവിച്ചതെന്നറിയോ, ഞാന് അമ്മയുടെ ബർത്ത്ഡേക്ക് ഓൾറെഡി പപ്പയ്ക്ക് സമ്മാനം കാര്യങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ ചേച്ചിയും കൊടുത്തിരുന്നു കേട്ടോ. ചേച്ചി ആ സമയത്ത് ഒരു ഗോൾഡ് റിങ്ങും കാര്യങ്ങളും അമ്മയ്ക്ക് കൊടുത്ത് എൻ്റെ കൂടെ തന്നെ പപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ആ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ബ്ലൂടൂത്തിൻ്റെ മറ്റേ നമ്മുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഏപ്രിൽ ഇൻടേക്കിൽ പോവും എന്ന് ഓർത്തിട്ടാണ് ഞാൻ അപ്പം എല്ലാം കൊടുത്തത്. പക്ഷെ ഞാൻ ഇവിടെ ആയി പോയി. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഒന്നും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ട്രാപ്ഡ് ആയിട്ടുണ്ട്, ഞാൻ പെട്ടു. കുശുബൂത്തേണ്ട സമയമായിട്ടുണ്ട്. ഇത് മൂത്തോൾക്ക്, ഇനി അവർക്കും, ഇത് അമ്മയ്ക്ക്, ഇത് നിങ്ങൾക്ക്. ഇനി അടുത്ത് നമ്മുടെ സമ്മാനദാനാണ്. കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് വരാം. സമ്മാനദാനം എന്ന് പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് കൈ തുടച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സമ്മാനദാനത്തിന്റെ ചടങ്ങ് ഇവിടെ തുടങ്ങാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി റിങ് കൊടുത്തു എന്ന്. ആ ടൈമില് ആ സമയത്ത് അമ്മയ്ക്ക് മാത്രം കൊടുക്കാൻ എനിക്കൊരു വിഷമം. അപ്പം അതിൻ്റെ ബേസിസിലാണ് ആ സമയത്ത് തന്നെ ഈ റിങ്ങും കാര്യങ്ങളും കൊടുത്തത്. അപ്പം നമ്മൾ ഈ ബർത്ത്ഡേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിങ്ങിൻ്റെ എന്താ പറയുക തൂക്കം ഇച്ചിരി കൂട്ടി നമ്മൾ കൊടുക്കാണ് കേട്ടോ. അമ്മ കൊടുത്തോളൂ പപ്പയ്ക്ക്. ആ മോതിരിട്ട് കൊടുക്കും. കയ്യിൽ കേക്കിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ട്. ഇതാണ് റിങ് കേട്ടാ, കൊന്ത മോതിരാണ്. കേക്കാവട്ടെ. ഇട്ട് കൊടുക്ക്. എല്ലാത്തിനും താങ്ക്സ്. മൂത്തോളക്കും താഴോളയും നന്ദി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഞാൻ എന്തിനാണ് ഇപ്പൊ ടാറ്റ തന്നത്, കിളി പോയതാണ്. പിന്നെ നമ്മുടെ അടുത്തതാണ് ഒരു വാലറ്റ്. നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാലറ്റ് ആണ്. ഇതൊക്കെ ഓൺലൈൻ മേടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ പൊതിഞ്ഞിട്ടില്ല കേട്ടോ. അതിനകത്ത് പൈസ ഒന്നും ഇല്ല. നോക്കട്ടെ, ഇപ്പുറത്ത് കള്ളികളുണ്ട് വേണ്ട, കുഞ്ഞു കുഞ്ഞു കളി 100, 500 മാറ്റി വെച്ച് വെക്കാൻ കളികളാണ്. ഓൺലൈനിൽ എടുത്താണ് കേട്ടോ. പിന്നെ ഇതൊരു ക്യാരി ബാഗ് ആണ്. ക്യാരി ബാഗ് കണ്ടറിഞ്ഞ് ഹലനിക്ക് മേടിച്ചു തന്നു. ക്യാരി ബാഗ്. പിന്നെ ഇത് ഞാനും അമ്മയും കൂടെ, എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ലാസ്റ്റ് ഡേ ഒന്ന് മുടിവെട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരം സമയം എടുത്തില്ലേ ഞങ്ങള് എടുത്തിട്ടുള്ള ഷർട്ടാണ്. എങ്ങനെയായാലും നല്ലതാണ്, മോശമായാലും നല്ലെന്ന് ഞാൻ പറയാം. ഇഷ്ടായി. ഇങ്ങനെ വെക്കാൻ പോട്ടാ. തുണി കുഴപ്പമില്ല, നല്ലാണ്.
ഇത് വെക്കാൻ പോകണ്ട വീണ്ടും അഴുക്കാക്കണ്ട വെച്ചിട്ടാണേ. ഇനി നമ്മുടെ അടുത്ത ബഞ്ച് ഓഫ് സമ്മാനങ്ങളാണ്. അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നല്ല കേട്ടോ, അല്ലേ? എന്നാലും നമ്മുടെ കോസ്റ്റ്ലിയിലല്ലോ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കോസ്റ്റ്ലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി സ്നേഹമാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒത്തിരി ഗിഫ്റ്റുകൾ കുഞ്ഞ പൈസയുടെ കൂട്ടി വെച്ച് അങ്ങനെ വലിയതാക്കണതാണ് എനിക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടം കേട്ടോ. അമ്മ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് തട്ടണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാന്ന് ഇപ്പൊ കാണാം. എന്തിനായിരുന്നു? ഞാനും മോളും കൂടി കൊടുക്കാൻ ഇവിടുന്ന് വരണ വഴിക്ക് കിട്ടിയതാ. ഇതൊരു പാർക്കാണ്. അവിടെ കിട്ടി പോവാണ്. ഭംഗി നോക്കണ്ട, നമുക്ക് പോയാ മതി. എനിക്കിഷ്ടായി, നല്ല ക്യൂട്ടായിട്ടുണ്ടാ പൂവ്. ഇനി അമ്മ കൊടുത്ത അമ്മ കൊടുക്കട്ടെ. ഇത്ര നേരം ഞാനല്ലേ കൊടുത്തോണ്ടിരുന്നത്, ഇനി അമ്മേനെ കൊണ്ട് കൊടുത്തില്ല കേട്ടോ. നമുക്ക് സങ്കടം വരണ്ട. ഞാൻ ഇവിടെ തിരിഞ്ഞിരിക്കാല്ലേ, ഗിഫ്റ്റ് കാണില്ല. എന്തിനാ കാര്യമായിട്ടുണ്ടല്ലോ. ആദ്യമേ തന്നെ ഒരു വലിയ ഗിഫ്റ്റ്. ഓ പൊട്ടിച്ചോക്കണാ? പൊട്ടിക്ക്. എന്താണാവോ? എന്തായാലും കുഴപ്പമില്ല. ചെരുപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോഴൊക്കെ അങ്ങ് പ്രഡിക്റ്റ് ചെയ്തു ചെരുപ്പാന്നുള്ളതൊക്കെ. നീളം കണ്ടേ ദൈവം ഇത് പാകാവോന്ന് ദൈവത്തിന് അറിയാം. ഏറ്റവും വലിയ കാലാണ്. സംശയാണ് ഉള്ളതില് ഏറ്റവും വലുപ്പമുള്ളതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റാം. പിന്നെ സന്തോഷായി. ബർത്ത്ഡേ വരട്ടെ എന്ന് സമ്മാനം. എന്തെങ്കിലും പരിപാടി പറഞ്ഞാല് കിട്ടും നോക്കാം, പറ്റി മാറ്റി തരൂല അവര്. ഇനി നമുക്ക് അടുത്ത സമ്മാനം നോക്കാം. അടുത്തത് മോളോട് അപ്പൊ അടുത്ത സമ്മാനം മേടിക്കാൻ പോണിട്ടാ. അടുത്ത സമ്മാനം ഞാൻ കൊടുക്കുന്നു. മോള് പൊടിച്ചെന്നോ? ഇല്ല, ഞാൻ തന്നെ പൊടിക്കണം. നമുക്ക് ഭയങ്കര മെമ്മറി പവറാ. ഞാൻ നാളെ പറഞ്ഞ പോലെ കുലിക്കുമ്പോ മനസ്സിലായി. ഇന്നാള് പപ്പ പറഞ്ഞേ, പപ്പ പറയും കുടിക്കണ ഫ്ലാസ്ക് 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 എപ്പോഴും പറഞ്ഞു. അത് കണ്ടറിഞ്ഞ് മുതല് മേടിച്ചു തരും. പല പ്രാവശ്യം ഞാൻ കൈ കുലിക്കുമ്പോ മനസ്സിലായി സംഭവം. ഞാൻ ഇവര് പറയണത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ കുഞ്ഞു പറയോളോ. അത് ഞാൻ ഇത് കഴിയുമ്പോ പറയാം. കുഞ്ഞിത് പറഞ്ഞു അപ്പൊക്ക് ഏറ്റവും സന്തോഷം ഇത് കിട്ടിയ. വണ്ടിയില് പോകുമ്പോഴേ ഒരെണ്ണുണ്ടായത് അത് കേടായി തുടങ്ങി. ഇത് പരുവായി. ആ ഓക്കെ. ഇത് കണ്ട, ഇതൊരു കപ്പ. ഓ താങ്ക്സ്. ഞാൻ ഉദ്ദേശിച്ച കിട്ടി. ഞാൻ അത് കുറെ അന്വേഷിച്ചു തുടങ്ങി കിട്ടി. ഞാൻ സ്ഥലത്ത് കിട്ടിയില്ല. സന്തോഷം. ഓക്കെ താങ്ക്സ്. പ്രേരണൊക്കെ പോകുമ്പോഴേ ഞാൻ ഈ ചായരാളാ കണ്ട ചായരാളാ. പുറത്തുനിന്ന് കഴിക്കില്ല അങ്ങനെ. ഇവരിപ്പോ തിരിച്ച് ഇങ്ങോട്ട് ചെയ്യാണെങ്കിൽ ഞാൻ എപ്പോഴും കൂടുതൽ ഹാപ്പി ആവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് നോട്ട് ചെയ്ത് ചെയ്യുമ്പോഴാട്ടാ. അപ്പൊ പപ്പ ഇത് വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഞാൻ കുറച്ച് നാളായി വിചാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പറ്റിയില്ല മേടിക്കാൻ. അപ്പൊ എന്റെ മോള് മേടിച്ചു തന്നു. മോളല്ല, ഷീബയുണ്ട്. ഷീബയുണ്ട്, രണ്ടാളും കൂടിയിട്ട്. മൂത്തോളും ഉണ്ട് സൈഡ്. എല്ലാരും കൂടിയിട്ട് എല്ലാരും കൂടിയിട്ട് ഞങ്ങൾ ആരാൾ വിളിച്ചാൽ എല്ലാരും കൂടിയിട്ടാണ്. മൂത്തോളില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട്, അമ്മേനെ വരാത്തതിന്റെ ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതാണ് ഞങ്ങളൊക്കെ കൊണ്ടുവരാത്ത. മൂത്ത മോള് വിളിച്ചു പറഞ്ഞു പപ്പയ്ക്ക് എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ വാങ്ങി കൊടുക്കുന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഇവര് ഇഷ്ടത്തിന് മേടിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടാ. ഇനി അടുത്ത ഗിഫ്റ്റ് അമ്മ കൊടുക്കൂട്ടാ. അമ്മ ക്യാമറയുടെ അകത്തേക്ക് ഇരിക്കൂ. അമ്മേനെ കാണാനില്ല, ഫാൻസ് അസ്വസ്ഥരാവും. അതെ, പിന്നെന്താ. ഇനി അടുത്ത ഗിഫ്റ്റ് അമ്മ കൊടുത്തു. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുടിക്കോട്ടെ. ഈ പപ്പ ഊഹിക്കാം. പിടിയിട്ടില്ല. മണി കിളിക്കണ ഒച്ച എടുക്കാൻ കിട്ടില്ല. ഇനി അത് കുലുക്കി കളയണ്ട. ഞാൻ എന്നിട്ട് എന്റെ ചിന്തിക്കണതേ എന്തൊക്കെയോ കുറുങ്ങുണ്ട് മനസ്സിലുണ്ട്. പക്ഷെ പറഞ്ഞ ശരിയാവില്ല. തെറ്റി പോയാലേ കുഴപ്പമില്ല. നേരത്തെ എണീക്കുന്ന ആൾക്കാരാ. 5 മണിക്ക് അപ്പൊ ഈ സാധനം ഇങ്ങനെ ഇതിന് മണി അടിപ്പിക്കാൻ പറ്റുന്ന ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ ആ കടയിൽ കണ്ടത്. ഇത് ഇങ്ങനെ മണി അടിക്കും രാവിലെ. ഇത്
ഇതെങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. സൗണ്ട് അത് നോക്കിയാൽ ഇപ്പൊ എത്ര മണിയാ? അത് ഇതാണ് ഇത് കണ്ട ഇത് വെച്ച് വെക്കുന്നത് നമ്മള് ഓഫ് ആക്കണത് കാട്ടിത്തരാം. അടി ആ നിക്കണം. ചേച്ചി കാട്ടിത്തന്നേ. നോക്കട്ടെ കൈ നടക്കുന്ന എനിക്കറിയില്ല. അത് അലാറത്തിന്റെ ആണത്. ആ അതിനകത്തിരിക്കണേ അടി സൗണ്ട് ഇരിക്കുക ആ അലാറം സൗണ്ട് ഇടിപ്പിക്കാൻ വേണ്ടിട്ട് ആ ടൈം ഇപ്പത്തെ ടൈം വയ്ക്കുക നല്ല വരുള്ളൂ അതെ തിരിച്ചോ തൊട്ടടുത്ത അതിന്റെ അലാറത്തിന്റെ സൗണ്ട് കേൾപ്പിച്ചാൽ മതിയല്ലോ കറക്റ്റില്. അലാറം ഓണാക്കിയാ ഓണാക്കി പക്ഷേ ശബ്ദം വന്നോളൂ നോട്ടെ ഞാൻ പറയാം ബാറ്റ് ഇട്ടില്ലേ ഇതാണ് നമ്മൾ തിരിക്കേണ്ടത് സമയം. ബാറ്റ് ഇട്ടില്ലേ ആ ഉണ്ട്. അതൊക്കെ കറക്റ്റാ. അത് കുഴപ്പമില്ല നോക്കി വയ്ക്കാം നമുക്ക് സൂചി എവിടെ ചെറുതിന്റെ അടുത്ത് വെച്ച് സമയം നോക്കി ഇപ്പത്തെ സമയം നോക്കി അതിനുള്ള സമയം കറക്റ്റാ. ചെറിയ സൂചിയിൽ വെക്കണ്ട പൊന്നൂസേ. ആ വലിയ സൂചിയായി പോയി ആ മറ്റേ മിൻസ് സൂചി അല്ലേ കണ്ടാ കണ്ടാ മറ്റേ സെക്കൻഡ് സൂചി വലിയ സൂചി കൊണ്ട് വെച്ചു അത് പറ്റിയ ആൾക്കാർ ഓടി ഓക്കെ ഇതാണ് ഇതിന്റെ താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് 5 മണിക്ക് എണീക്കാനായിട്ട് പപ്പയ്ക്ക് ഇനി വല്ല ഉറക്കം പെട്ടെന്ന് പോയി കിട്ടിയില്ലെങ്കിലേ മൊബൈൽ വീണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്കാറിന്റെ പരമാവധി പക്ഷെ ഇത് നന്നായി ഇത്തിരി സൗണ്ട് കൂടുതലുണ്ടല്ലോ ആൾക്ക് എണിക്കാൻ മടി ഞാൻ പിന്നെ എണിക്കാണല്ലോ അപ്പൊ ആൾക്ക് കൂടും കൂടായി രണ്ടും കൂടായി ഇടയ്ക്ക് പപ്പയാണ് ഫസ്റ്റ് എണീക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എണീക്കും. അപ്പൊ രണ്ടാം കൂടി ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ കുഞ്ഞാർന്ന സമയത്തായിരുന്നു ഇങ്ങനത്തെ സാധനമൊക്കെ. ഇപ്പൊ ഒന്നും എല്ലാരും ഫോണിലായില്ലേ. ഫോണിലായി അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ എന്താ അപ്പൊ ഞാൻ ആത്തിയിടാം ഓർമ്മകളൊന്നും കൊടുത്തിട്ട് നമ്മൾ ഇടാല്ല താഴെ പോകണ്ടോ ഇതൊന്നും വേണ്ട. അത് എവിടെയും വെച്ചാൽ അല്ല ചുമരിന്റെ കയ്യെത്തണ്ടില്ലേ ഇനി അടുത്തത് ഞാൻ കൊടുക്കാട്ടോ. ഇത് പപ്പ വിളിക്കും. ആ ഇനി ഇത് കൊടുക്കാം. ഞാൻ ഇത് കൊടുക്കും. ഇതുപോലെ എന്റെ ബർത്ത്ഡേക്ക് തിരിച്ചു തരണം കേട്ടോ. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ ഇല്ല. ഇതന്നെ സംഭവം ഏത് പിന്നെ ലോഷൻ പിന്നെ ഏത് ദോശ? ലോഷൻ ബോഡി ലോഷൻ കണ്ടാറിയത് ഓക്കെ ഓ തെറ്റിപ്പോയില്ല ബോഡി വാഷ് ബോഡി വാഷ് ഓക്കെ കുഴപ്പമില്ല പിയേഴ്സ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു പിയേഴ്സിന്റെ ബോഡി വാഷ് നല്ലതാണ്. അപ്പൊ ഒരു ഓറഞ്ച് പോലത്തെ ഇല്ല അങ്ങനത്തെ ഉപയോഗിക്കാറ്. പക്ഷെ അത് അവിടെ ഉണ്ടായില്ല. അത് കാരണമാണ് ഞാൻ ഈ ബ്ലൂ എടുത്തത് കേട്ടോ. അമ്മേനെ ക്യാമറയിൽ കാണില്ല. ബോഡി വാഷ് ഇഷ്ടമല്ല. ഇത് ഓക്കെ ആ ഇതൊക്കെ ഇഷ്ടമാണ് വലിയതും ഉണ്ടായിരുന്നില്ല പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നില്ല. മതി ഞാനാണ് മതി ഇതെടുത്തത്. ഇപ്പൊ ജസ്റ്റ് ഒക്കെ ഉപയോഗിക്കലുള്ളൂ ഇത് ഞാൻ സോപ്പ് ഉപയോഗിക്കാൻ ഉപയോഗിക്കലോ ഇനി അടുത്തത് അത് അമ്മ കൊടുക്കും. ഇല്ല. അതെന്താന്ന് പറയൂ. ഞാൻ മറന്നു. ഞാൻ മേടിച്ചത് ബെൽറ്റ് ഞെക്കുന്നുണ്ട് കേട്ടാ. ബെൽറ്റ് ഇത് എങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കണേന്ന് ഞാൻ പോയി ഇല്ലൊക്കെ നമുക്കറിയാം നമ്മൾക്ക് ഇത് കിരിക്കണ്ട ബെൽറ്റ് കാരണം എനിക്ക് സമ്മാനം വേറെ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞാലും അല്ല ഞാനിങ്ങനെ കുളിക്കാൻ ബെൽറ്റ് റൗണ്ട് കണ്ടില്ല പപ്പ പിടിച്ച് ഞെക്കി നോക്കി. അപ്പൊ ഇല്ലില്ല സെന്ററില് ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇല്ല അവിടെ കിട്ടില്ല ഞാൻ ഇങ്ങനെ കുളിക്കുക ഇങ്ങനെ പിടിച്ചപ്പോ കട്ടി മനസ്സിലായി ഇതിങ്ങനെ പിടിച്ചപ്പോ കട്ടിയിട്ടു അതാ കണ്ടത് കണ്ട ആ ബെൽറ്റൊക്കെ ഓക്കെയാ ബെൽറ്റ് പാൻറ്റൊക്കെ ഇടുമ്പളേ അരിയില്ല അതുകൊണ്ട് ഊർന്നു പോവാ ഉള്ള കാര്യം നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ വളരെ അത്യാവശ്യപ്പെട്ട ഇതൊക്കെ എല്ലാ ആവശ്യമാണ് ആവശ്യം താൽക്കാലികം ഇതിന്റെ സോപ്പാണോ ആ ഇത് കുഞ്ഞിതാ. ഇത് എന്നെ പോലെ കുഞ്ഞിതാ. ഈ വീട്ടിലെ കുഞ്ഞിതുപോലെ ഇത് പപ്പൊന്ന് കണ്ടില്ല. കണ്ടുപിടിക്കും ഭീകരനാ മോളെ. കണ്ടുപിടിക്കും. ഭയങ്കര ഇത് എടുക്കരുത് കേട്ടാ. അത് പിടിച്ചോ. രൂപ ആ ശരി. ഉക്കണ ചീർപ്പ് കൊറേ നാളായിട്ട് പപ്പ ഞങ്ങളുടെ ചീർപ്പെടുത്തിട്ട് ചെയ്യണതൊക്കെ ചീർപ്പിലാണ്ടല്ലോ അവിടെ ഇവിടെ കൊണ്ടുവയ്ക്കും കൊണ്ടുപോയിക്കും. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഒരു കാരണം ചെയ്യാണ് ഓ സൂപ്പറായി പിടുത്തായില്ലോ വീട്ടിൽ വെക്കാം ഇത് വണ്ടി പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല പക്ഷെ വീട്ടിൽ വെക്കാം ഇപ്പൊ ഞാനല്ല കൊടുത്ത തല ഈരി ഉണ്ടായിരുന്നില്ല ഉച്ചയാറ തിരക്കിലായിരുന്നു തുണിയുടെ കമ്പിയൊക്കെയായിരുന്നു നൈറ്റ് തുണിയുടെ കമ്പിട്ട് വന്നിട്ട് അപ്പൻ്റെ ചോടി തന്ന ചേർപ്പ് ഇഷ്ടപ്പെട്ടു തലയിടാൻ ഇപ്പൊ പിടുത്തുള്ള ചേർപ്പേ മറ്റേത് വള്ളിയല്ല കുറച്ച് പൊട്ടിപ്പോ ഇത് നന്നായി ഇത് വീട്ടിൽ വയ്ക്കാമല്ലോ പോക്കറ്റിൽ വയ്ക്കാൻ പറ്റിയെങ്കിലും വീട്ടിൽ വയ്ക്കാം സന്തോഷമായി ഇടാൻ പറ്റി ആ ഇത് കണ്ട ഇപ്പൊ എടുത്ത നന്നായി കേട്ടാ ഓക്കെ രണ്ടാൾക്കും ഗുഡ് ബൈ അല്ല ഗുഡ് ബൈയും പോട്ടെ ഗുഡ് ബൈ ഗുഡ് എന്ന് പറഞ്ഞു പോയതാണ് ഗുഡ് ബൈ അവിടെ വെച്ചോളൂ ഇതിപ്പോ പാക്കറ്റൊക്കെ കയറി കളഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റൂ നീ
പപ്പയ്ക്ക് ഇനി അടുത്ത ഗിഫ്റ്റ് കേട്ടാ. ഇതെന്താന്ന് പറയൂ? പൗണ്ടർ കണ്ടാന്നൂടെ കണ്ട ഭയങ്കര ഇതാണ്. ഞാൻ ആലോചിച്ച് വേണ്ട കണ്ടറിയാം നമുക്കേ. പൗണ്ടറിന്റെ ആളാണ് ഞാൻ. ചീർപ്പ് എടുത്തുകൊണ്ട് പെട്ടെന്നൊന്നും കൂടി അല്ലല്ല ഇത് കണ്ടാ പറയാ കണ്ടത് കണ്ടാ മനസ്സിലാവും. നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇവര് ഇതൊക്കെ തന്നെ. പപ്പ ഉപയോഗിക്കുന്നല്ലേ ഞാൻ ഇത് പൗണ്ടർ ഇതുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ല പൗണ്ടറാണ്. ഇതാണ് പപ്പയ്ക്ക് ഇഷ്ടം. ഞാൻ തേക്കണാണ്. നല്ല പൗഡറാണ്. അത് തന്നെ തെരഞ്ഞെടുത്തു. ഓക്കെ സൺസ്ക്രീൻ വീട്ടിൽ മേടിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ മറന്നു പോയി എടുക്കാൻ. കുഴപ്പമില്ല. ഇതെടുത്താ? ടേസ്റ്റാ അത് ഞാൻ വിചാരിച്ചോളൂ അങ്ങനെ പറയുള്ളൂ. ടേസ്റ്റാ. പുറത്ത് പപ്പയ്ക്ക് അറിയാൻ വേണ്ടി. ഓ ഇതെടുത്താ? ഞാൻ ചോദിച്ചത് ഇതെടുത്താ? മറ്റേ നീ പറഞ്ഞ ഞാൻ അതുപോലെ എനിക്കൊന്നും പിടിച്ചത് കഴിഞ്ഞപ്പോ സൺസ്ക്രീനാ? ഏയ് അത് വീട്ടിലിരിക്കുന്നുണ്ട്, മേടിച്ചത്. അത് എടുക്കാൻ ഞാൻ അത് മറന്നു. മറന്നുപോയി. സൺസ്ക്രീൻ എടുക്കാൻ മറന്നു. ഇത് പപ്പയ്ക്ക് അറിയണ ബ്രാൻഡൊന്നുമല്ല, ഞാൻ പറഞ്ഞ ബ്രാൻഡായിട്ട് മേടിച്ചതാ. എന്നിട്ട് അത് ഓൾഡ് സ്പേസ്. ഓൾഡ് സ്പേസ്. ഇതെന്താ? ആ ഞാൻ ചോദിച്ചേ ഷേവിങ് ക്രീമാ. ഓ സേവിങ് ക്രീം. ഷേവിങ് ക്രീം ഇപ്പൊ ഇല്ല. താടി വരുമ്പോ നമുക്ക് ഞാൻ സോപ്പ് ഉപയോഗിച്ചുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഷേവ് ഷേവിങ് ക്രീം ചെയ്തായിരുന്നു. നല്ലതാ. ഞാൻ സാധാരണ സോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തയ്ക്കും. ഒക്കെ എളുപ്പത്തിലേ ചെയ്യുള്ളൂ ഞാൻ. ഇരിക്കട്ടെ സന്തോഷട്ടാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. നമ്മള് രണ്ടുപേരും കൂടി കൊടുക്കണം ഫൈനല്. അത് കാര്യമായിട്ടുണ്ടെന്ന് കഴിഞ്ഞിട്ട് ഇല്ല കാര്യമൊന്നുമില്ല. ഒന്നും വേണ്ട കാര്യമായിട്ട് ഇത് മതി. ഇതൊക്കെ തന്നെ എല്ലാ കാര്യം. ബഡ്ജറ്റുകളൊക്കെ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് കാര്യം. സിമ്പിളല്ലേ. കാര്യമായിട്ടുള്ളത് ആദ്യം കൊടുത്തു. സ്വർണത്തിന്റെ വില അറിയാലോ, അത് മതി. കാര്യം എന്നിട്ടാണ് നമ്മത് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ടാണ് മിഠായിയാ. എന്നിട്ട് ഓർമ്മത് ഓർമ്മ കിട്ടിയാ? എനിക്ക് ഓർമ്മയില്ല. എടുക്ക്. എന്നിട്ടാ എനിക്ക് ഓർമ്മ കിട്ടിയ? ഞാൻ എല്ലാം പറഞ്ഞ ശരിയല്ലോ. എന്നിട്ടത് അതെന്താ? കോല് മിഠായി. മിഠായി ഞാൻ പറഞ്ഞു ഫസ്റ്റ് കോല് മിഠായി. ഇതെന്താ മിഠായി അറിയോ? മിഠായി. പപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറവാ. പപ്പ എന്നിട്ട് ലഡു പോയി മേടിക്കുക. വിചാരിച്ചു കുറച്ച് കോല് ചോറ് ഈ പ്രാവശ്യം 68 പോയി. ഭയങ്കര ക്ഷീണമായി പോയി. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ 68. അതെ. അപ്പോൾ ഭയങ്കര ക്ഷീണം. ഞാൻ പരമാവധി സോസിൽ പൂരിയാ. ഞാൻ പോയി വെറുതെ നോക്കി 68. എനിക്ക് ഭയങ്കര കുറച്ച് ക്ഷീണ. ലഡു അപ്പം ഡോക്ടറാണെന്നും പോയില്ല. മധുരം കഴിച്ചാൽ പറഞ്ഞു കുറച്ച് ഇന്നലെ ഞങ്ങൾ തൃശ്ശൂര് പോയപ്പോൾ പപ്പ 2 കോലുമിഠായി വാങ്ങി കുട്ടിക്ക്. അതിലൊരെണ്ണം എനിക്ക് തന്നു, ഒരെണ്ണാട് കഴിച്ചു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഏതായാലും ഷുഗർ കുറയല്ലേ, അപ്പൊ ഒരു കോലുമിഠായി നല്ല നന്നായി. ഇഷ്ടാ. പണ്ടത്തെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഈ മിഠായി കിട്ടാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. നമ്മളോട് ഓരോന്ന് കഴിച്ചോളാം. എനിക്കിപ്പോ വേണ്ട. പിന്നെ ആയിക്കോട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ്. ഓക്കെ ഇതോടുകൂടി ലാസ്റ്റ് മധുരം. വയലിട്ടോ ഫസ്റ്റ് മധുരം ലാസ്റ്റ് മധുരം. ഓക്കെ ഇതൊക്കെ തന്നെ. അപ്പൊ ഗിഫ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? സന്തോഷമായി. ഓർമ്മിച്ചെന്നെ കൊണ്ടുവന്നതിൽ സന്തോഷം. എന്തായാലും സമയമില്ല സമയത്ത് ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുന്നു. ചെറിയ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ, കുറച്ച് തിരക്കിലേക്കായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പം സന്തോഷം. ചെറിയ ചെറിയ സമ്മാനം കണ്ടറിഞ്ഞ് എൻ്റെ മക്കൾ ഭാര്യ കൂട്ടി തന്നിരിക്കും. സന്തോഷമുണ്ട് ഒരുപാട് തന്നെ. ചെറിയ സമ്മാനമായാലും അത് വലിയ സമ്മാനത്തിന് ഇല്ലാണ്. എല്ലാ ആവശ്യമുള്ള സാധനം കണ്ടറിഞ്ഞ് എനിക്ക് തന്നു. എനിക്കിത് മതി. സന്തോഷമായി കേട്ടോ. ഇനി ഇവിടെ അടുത്ത് പോവാൻ നിൽക്കണേ. അപ്പോ പപ്പയുടെ ബക്കറ്റ് ലിസ്റ്റില് കുറച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഭാവിയിൽ നമ്മൾ ചെയ്യും കേട്ടോ. ഇപ്പൊ എന്തായാലും ഏറ്റവും ബേസിക് ആയിട്ട് പപ്പയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ ഈ ഗിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ വെറുതെ അങ്ങനെ നീക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊടുക്കുന്നല്ലേ എപ്പോഴും നല്ലത്. അപ്പൊ എന്തായാലും പപ്പ ഹാപ്പിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അന്ന് അമ്മയുടെ ബർത്ത്ഡേക്ക് ഓൾറെഡി ഞങ്ങൾ കൊടുത്തു, അതാണ് ഉണ്ടായത് കേട്ടോ. അപ്പൊ എനിക്ക് വിഷമമുണ്ട്, കാരണം അമ്മയുടെ ബർത്ത്ഡേക്ക് പപ്പയ്ക്ക് കൊടുത്തു, പപ്പയുടെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല അല്ലേ? ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് ഉപയോഗിക്കുന്നത് ഫുഡ് ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ ഇതാക്കാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടാ. പിന്നെ എന്താ, അപ്പൊ നമുക്ക് ഭാവിയിൽ പപ്പയുടെ ബാക്കി ബക്കറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. പപ്പയ്ക്ക് മാത്രല്ല എനിക്ക് എന്റേതായ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, അമ്മയ്ക്ക് അമ്മയുടേതായ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. ശരി സ്വകാര്യ. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മൾ ഇത്തിരി വൈകി വീഡിയോസ് ഒന്നും ഇപ്പോൾ കുറച്ച് ലേറ്റ് ആണ്, ഒന്നും ഇടാറില്ല. യൂട്യൂബിൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങൾ നമ്മളോട് ക്ഷമിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. വി വിൽ ബി ബാക്ക്. എന്തായാലും നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വരുന്നതിന്റെ ആദ്യത്തെ ചുവടാണ്. അതെ കേട്ടോ.
അപ്പം ഇങ്ങനെയാണ് കാര്യം. എല്ലാവർക്കും ബൈ, താങ്ക്സ്. അതെ, ബൈ കേട്ടോ. കൊടുത്തോ, ഒരുമിച്ച് കൊടുക്ക്. അപ്പൊ പപ്പയ്ക്ക് ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഞങ്ങളുടെ വക തിരിച്ചും തരാട്ടോ. ആദ്യം എനിക്കാ തന്നെ. ലെഫ്റ്റ് സൈഡ് ഈ സൈഡിലായി പോയി. അപ്പൊ അങ്ങനെ കഴിച്ചു. ഹായ്.